മികച്ച ജോലിയും സാമ്പത്തിക ഭദ്രതയും എന്നതാണ് ഓരോ വിദ്യാർത്ഥിയും ലക്ഷ്യം വെക്കുന്നത്. പലപ്പോഴും കൃത്യമായി ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഉചിതമായ കോഴ്സ് തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കാതെ വരികയും ചെയ്യുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും വളരെ കൂടുതലാണ്. വേൾഡ് എക്കോണമിക് ഫോറം പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് തൊഴിൽ വിപണിയിൽ ജോലി ലഭിക്കുന്ന മികച്ച കഴിവുകൾ ഏതൊക്കെയാണെന്ന് പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയുടെ പ്രൊഫഷണൽ കഴിവുകളും സാധ്യതകളും പ്രതിഫലിപ്പിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ആസ്തിയാണ് നൈപുണ്യങ്ങൾ. തൊഴിൽ വിപണിയുടെ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയുടെ സ്വഭാവത്തിന് അനുസൃതമായി ആവശ്യമായ നൈപുണ്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. 2020 വേൾഡ് എക്കോണമിക് ഫോറം പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് 2025 തൊഴിൽ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാനാവശ്യമായ മികച്ച കഴിവുകൾ ഇതൊക്കെയാണ്: വിശകലന ചിന്തയും നൂതനമായ ആശയങ്ങളും, സജീവമായ പഠനതന്ത്രങ്ങൾ, സങ്കീർണ പ്രശ്നപരിഹാര മാർഗങ്ങൾ, വിമർശനാത്മക ചിന്തയും വിശകലനവും, സർഗാത്മകത, മൗലികത, മുൻകൈയെടുക്കാനുള്ള കഴിവും നേതൃപാഠവും, സമൂഹത്തെ സ്വാധീനിക്കാനുള്ള ശേഷിയും, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, നിരീക്ഷണം, നിയന്ത്രണം എന്നിവ, പ്രതിരോധശേഷി, സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള സഹിഷ്ണുത, വഴക്കം, യുക്തിചിന്ത, പ്രശ്നപരിഹാരം, ആശയരൂപീകരണമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ AI യുഗത്തിൽ ഒരു ലിങ്ക്ഡ്ഇൻ റിപ്പോർട്ട് സോഫ്റ്റ് സ്കിൽ പഠിക്കുന്നതിന് പ്രത്യേക ഊന്നൽ നൽകുന്നു എന്നതും ശ്രദ്ധേയമാണ്. പ്രൊഫഷണലുകൾക്കായുള്ള ഈ പ്രശസ്ത സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് 2024 തൊഴിലുടമകൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന 10 കഴിവുകൾ ഇവയാണ്: ആശയവിനിമയ കഴിവുകൾ, ഉപഭോക്തൃ സേവന കഴിവുകൾ, നേതൃത്വ കഴിവുകൾ, പ്രൊജക്ട് മാനേജ്മെന്റ് കഴിവുകൾ, മാനേജ്മെന്റ് അപഗ്രഥനപരമായ കഴിവുകൾ, ടീം വർക്ക്, പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവുകൾ, ഗവേഷണം, പരിതസ്ഥിതികളോട് ഇണങ്ങാനുള്ള കഴിവും ഇതിൽ ഉൾപ്പെടുന്നു. AI, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സൈബർ സുരക്ഷ എന്നിവയുടെ വേഗത്തിലുള്ള വളർച്ച മാറിക്കൊണ്ടിരിക്കുന്ന വ്യവസായ ആവശ്യങ്ങൾക്കൊപ്പം കരിയർ വിജയത്തിന് നിർണായകമായ പുതിയ സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണം മുതൽ ധനകാര്യം, ഉൽപാദനം, വിദ്യാഭ്യാസം എന്നീ മേഖലകൾ ഉൾപ്പെടെ തൊഴിൽ സേനയുടെ എല്ലാ മേഖലകളിലേക്കും കടന്നു കയറിയിരിക്കുകയാണിത്. ഇത് ബിസിനസ് സാഹചര്യത്തെ മാറ്റിമറിക്കുകയും ചെയ്യുന്നു. പതിവ് ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിലും ഡേറ്റ വിശകലനം മെച്ചപ്പെടുത്തുന്നതിലൂടെയും തൊഴിൽ മേഖലയിൽ ഉടനീളമുള്ള ജോലി AI എളുപ്പത്തിൽ ചെയ്തു തരുന്നു. വിദ്യാർത്ഥികൾക്ക് AI പഠിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പല്ല, മറിച്ച് ആഗോള തൊഴിൽ ശക്തിയിൽ അഭിവൃദ്ധിപ്പെടേണ്ടതിന് ആവശ്യമായ ഒരു അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. സാങ്കേതിക വിദ്യ പുരോഗമിക്കുമ്പോൾ എല്ലാ മേഖലകളിലും പ്രദേശങ്ങളിലും ഉടനീളം വളർച്ചയ്ക്കും സാങ്കേതിക സംയോജനത്തിനും പിന്നിലെ ചാലക ശക്തിയായി ഡിജിറ്റലൈസേഷൻ മാറുകയാണ്. ഉപഭോക്താക്കളിൽ നിന്നും എതിരാളികളിൽ നിന്നും വിപണി പങ്കാളികളിൽ നിന്നും ഡിജിറ്റൽ സൊല്യൂഷനുകൾക്കായുള്ള വർദ്ധിച്ചു വരുന്ന ഡിമാൻഡുമായി പൊരുത്തപ്പെടാൻ അവരെ നിർബന്ധിതരാക്കുന്ന ഈ ദ്രുതഗതിയിലുള്ള പ്രവണത ബിസിനസ്സുകൾക്ക് ഒരു പ്രധാന തടസ്സമാണ്. തീരുമാനമെടുക്കൽ പ്രക്രിയകളിൽ ഡിജിറ്റൽ വൈദഗ്ധ്യം കേന്ദ്രസ്ഥാനം കൈക്കൊള്ളുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണം ഇപ്പോൾ പ്രമുഖ ബിസിനസ്സുകളുടെ ഒരു കേന്ദ്ര ബിന്ദുവാണ്. പാരിസ്ഥിതിക സുസ്ഥിര ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ബിസിനസ് പ്രവർത്തനങ്ങൾ പിന്തുടരാൻ ബിസിനസ് ഉടമകൾ ഉറ്റുനോക്കുന്നുണ്ട്. ഹരിത വൈദഗ്ധ്യവും പാരിസ്ഥിതിക സുസ്ഥിരതയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരും വർഷങ്ങളിൽ മുൻഗണന ലഭിക്കും എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ലിങ്ക്ഡ്ഇൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പോലെ ആശയവിനിമയ കഴിവുകൾ എല്ലാ മേഖലയിലും അതീവ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. വിദേശത്ത് പഠനത്തിനോ ജോലിയോ തിരഞ്ഞെടുക്കാനോ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായും അവരുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും വ്യക്തവും യോജിച്ചതുമായ രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അവർക്ക് നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാനും ഉചിതമായി പ്രതികരിക്കാനും കഴിയേണ്ടതിനാൽ പ്രാദേശിക ഭാഷയിലുള്ള പ്രാവീണ്യം വളർത്തിയെടുക്കേണ്ടതും വളരെ പ്രധാനമാണ്. വിദ്യാർത്ഥികൾക്ക് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവുകൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. പതിവ് പിരിച്ചുവിടലുകളുടെയും ദ്രുതഗതിയിലുള്ള സാങ്കേതിക മുന്നേറ്റങ്ങളുടെയും സാഹചര്യത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നത് ഒരാളുടെ കരിയറിലെ മികവിന് പ്രധാനമാണെന്നും വിലയിരുത്തപ്പെടുന്നു. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ സംസ്കാരങ്ങളും ഭാഷകളും അക്കാദമിക് സംവിധാനങ്ങളും ഉപയോഗിക്കാൻ സാധിക്കുന്നത് വിജയകരമായ ഒരു പരിവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം ഉയർന്ന തലത്തിലുള്ള പ്രൊജക്ട് മാനേജ്മെന്റ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. തന്ത്രപരമായ ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുക, വിഭവങ്ങൾക്ക് മുൻഗണന നൽകുക തുടങ്ങിയ ഉയർന്ന തലത്തിലുള്ള മാനേജ്മെന്റ് ടാസ്കുകൾ ബിസിനസ് AI ടൂളുകൾക്ക് ഇതുവരെ പ്രാപ്തമായിട്ടില്ലെങ്കിലും ഈ മേഖലയിലെ പ്രൊഫഷണലുകൾക്ക് പ്രോട്ടോടൈപ്പിംഗ്, ഗവേഷണം, ഷെഡ്യൂളിംഗ്, ടെസ്റ്റിംഗ് തുടങ്ങിയ ജോലികൾക്കായി AI അവസരങ്ങളുണ്ട്. തൊഴിലന്വേഷകർ സർട്ടിഫിക്കേഷനുകൾ സമ്പാദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ്മെന്റ് കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വ്യക്തിഗത പ്രൊജക്ടുകൾ പിന്തുടരുന്നതിലൂടെയോ പ്രൊജക്ട് മാനേജ്മെന്റ് കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരണം.
വിപ്ലവം ഡാറ്റയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഈ ഡാറ്റയെ പ്രവർത്തനക്ഷമമായ മൂല്യമാക്കി മാറ്റാനുള്ള കഴിവ് ബിസിനസ് വിജയത്തിന് നിർണായകമാണ്. ആരോഗ്യ സംരക്ഷണവും ശാസ്ത്രീയ ഗവേഷണവും പോലുള്ള നിർണായക മേഖലകളിൽ ഇത് സുതാര്യവും മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായിരിക്കണം. മനസ്സിലാക്കാവുന്ന ഡാറ്റയെ അടിസ്ഥാനമാക്കി സിസ്റ്റങ്ങൾ വിശ്വസനീയമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഡാറ്റ സയൻസിലെ വൈദഗ്ധ്യം അത്യന്താപേക്ഷിതമാണ്. ആഗോള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിപണി 2022 $570 ബില്യൺ നിന്ന് 2030 ഏകദേശം $2.5 ട്രില്യൺ വികസിപ്പിക്കപ്പെടുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ വളർച്ച ക്ലൗഡ് മൈഗ്രേഷനിലും സാങ്കേതിക വിദ്യയിലും വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളുടെ ഡിമാൻഡിനെ വർദ്ധിപ്പിക്കും. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടൂളുകളിലും പ്ലാറ്റ്ഫോമുകളിലും പ്രാവീണ്യമുള്ളവർക്ക് 2024 അതിനുശേഷവും ഉയർന്ന ഡിമാൻഡിൽ ജോലി ലഭിക്കും. വിവരച്ചോർച്ച, സൈബർ ആക്രമണങ്ങൾ, ഹാക്കിംഗ് ശ്രമങ്ങൾ എന്നിവ വർദ്ധിച്ചതോടെ ശക്തമായ സൈബർ സുരക്ഷാ നടപടികളുടെ ആവശ്യകത എന്നത്തേക്കാളും ഇന്ന് നിർണായകമാണ്. സൈബർ ഭീഷണികളുടെ വർദ്ധിച്ചുവരുന്ന സങ്കീർണതയും അപര്യാപ്തമായ ഡാറ്റ പരിരക്ഷണത്തിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും സൈബർ സുരക്ഷാ വൈദഗ്ധ്യത്തിന്റെ ആവശ്യകതയെ ഉയർത്തിക്കാട്ടുന്നു. 2024 സുരക്ഷയും പ്രതിരോധ ശേഷിയും കെട്ടിപ്പടുക്കുന്നതുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യം ഏറ്റവും കൂടുതൽ ആവശ്യമായ മേഖലകളിൽ ഒന്നാണ്.